ഹായ് ഗൈസ്, പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. നിങ്ങളുടെ കയ്യിൽ പാൻ കാർഡ് ഉണ്ടെങ്കിൽ ആ പാൻ കാർഡ് നിങ്ങളുടെ തന്നെ സ്വന്തമായിട്ടുള്ള ആധാർ കാർഡുമായിട്ട് കണക്ട് ചെയ്തിട്ടില്ല എങ്കിൽ ഈ വരുന്ന മാർച്ച് 31 നിങ്ങൾ അത് ചെയ്ത് പൂർത്തീകരിച്ചിട്ടില്ല എങ്കിൽ നിങ്ങളുടെ പാൻ കാർഡ് അസാധുവാകും. നമുക്ക് മുന്നേ പാൻ കാർഡ് ആധാറുമായിട്ട് ലിങ്ക് ചെയ്യാനുള്ള ഒരു ഡെഡ് ലൈൻ തന്നിരുന്നു. പക്ഷെ അത് നമുക്ക് നീട്ടി 2019 മാർച്ച് 31 വരെ. അപ്പൊ മാർച്ച് മാസമാണിത്. അപ്പൊ ഇന്ന് ഈ വീഡിയോ ഷൂട്ട് ചെയ്യുന്ന സമയത്ത് 10 തീയതി. അപ്പൊ നമുക്ക് ഇനി ബാക്കിയുള്ളത് 21 ദിവസങ്ങളാണ്. അപ്പൊ നിങ്ങൾ 21 ദിവസത്തിനുള്ളിൽ നിങ്ങളുടെ പാൻ കാർഡും നിങ്ങളുടെ ആധാർ കാർഡുമായിട്ട് ലിങ്ക് ചെയ്തിട്ടില്ല എങ്കിൽ നിങ്ങളുടെ പാൻ കാർഡ് അസാധുവാകും എന്നുള്ള കാര്യം ഓർമ്മിപ്പിക്കുന്നു. അപ്പൊ നമ്മൾ ഇന്ന് ഈ വീഡിയോയിൽ നോക്കാൻ പോകുന്നത് എങ്ങനെയാണ് നമുക്ക് സിമ്പിൾ ആയിട്ട് നമുക്ക് തന്നെ മൊബൈൽ ഉപയോഗിച്ചിട്ടോ കമ്പ്യൂട്ടർ ഉപയോഗിച്ചിട്ടോ നമ്മുടെ പാൻ കാർഡ് ആധാറുമായിട്ട് ലിങ്ക് ചെയ്യിപ്പിക്കാം. അപ്പൊ നിങ്ങൾക്ക് ലിങ്ക് ചെയ്തോ ഇല്ലയോ എന്നുള്ള സംശയം കൂടി ഉണ്ടെങ്കിൽ വീഡിയോ മുഴുവനായിട്ട് കാണുക. ലിങ്ക് ഭാഗത്ത് ക്ലിക്ക് ചെയ്തിട്ട് നിങ്ങളുടെ സ്റ്റാറ്റസ് ഉറപ്പാക്കുക. നിങ്ങൾ ചെയ്തു എന്നോ അല്ലെങ്കിൽ ചെയ്തില്ല എന്നുള്ള കാര്യം ഉറപ്പാക്കുക. ഒരു അടിയന്തര പ്രാധാന്യം എന്നുള്ള കണക്കിലെടുത്തുകൊണ്ട് കൂട്ടുകാരിലേക്ക് ഷെയർ ചെയ്യാനും അതുപോലെ തന്നെ നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും മറക്കാതിരിക്കുക. നല്ല അറിവുകൾക്കായിട്ട് എന്റെ യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് തൊട്ടടുത്ത് കാണുന്ന ബെൽ ബട്ടൺ കൂടി ഒന്ന് എനേബിൾ ചെയ്ത് വെക്കുക. ഇനി തുറന്ന് നിങ്ങൾ കാണാൻ പോകുന്നത് കമ്പ്യൂട്ടർ സ്ക്രീനാണ്. എങ്ങനെയാണ് ലിങ്ക് ചെയ്യിപ്പിക്കുക എന്നുള്ള മെത്തേഡാണ്. ഇനി നമ്മൾ നോക്കാൻ പോകുന്നത് നമ്മൾ എങ്ങനെയാണ് ലിങ്ക് ചെയ്യിപ്പിക്കുക എന്നുള്ളതാണ്. അപ്പൊ അതിനായിട്ട് നിങ്ങളുടെ കൈവശം നിങ്ങൾ പാൻ കാർഡും അതുപോലെ തന്നെ ആധാർ കാർഡും എടുത്ത് വെക്കുക. ശേഷം ഒരു ലിങ്ക് ഞാൻ തരുന്നുണ്ട്. നിങ്ങൾ ആ ലിങ്ക് ക്ലിക്ക് ചെയ്യുക. ലിങ്ക് ക്ലിക്ക് ചെയ്തിട്ട് ഓപ്പൺ ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഇതുപോലൊരു പേജിലായിരിക്കും എത്തിപ്പെടുക. ഇൻകം ടാക്സിന്റെ ഒരു ഒഫീഷ്യൽ ആയിട്ടുള്ള ഒരു പേജിലേക്കായിരിക്കും. ഇവിടെ നമുക്ക് ഇത്രയും ഓപ്ഷനുകൾ കാണാനായിട്ട് സാധിക്കും. നിങ്ങൾ ആദ്യം ചെയ്യേണ്ടത് ഏറ്റവും മുകളിൽ ക്ലിക്ക് ഹിയർ എന്നുള്ള ബട്ടൺ കാണാം. അതിൽ ക്ലിക്ക് ചെയ്യാം. നമുക്ക് മൊബൈൽ ഉപയോഗിച്ചിട്ടായാലും കമ്പ്യൂട്ടർ ഉപയോഗിച്ചിട്ടായാലും ഒക്കെ ചെയ്യാം. നമ്മൾ ആദ്യം നമ്മുടെ സ്റ്റാറ്റസ് ചെക്ക് ചെയ്യണം. അതായത് നമ്മുടെ പാൻ കാർഡും ആധാർ കാർഡും തമ്മിൽ ലിങ്ക് ആയിട്ടുണ്ടോ നമുക്ക് ആദ്യം ഒന്ന് ചെക്ക് ചെയ്യാം. അതിനായിട്ട് ഞാനിപ്പോൾ എന്റെ പാൻ കാർഡ് ഡീറ്റെയിൽസും പാൻ കാർഡ് നമ്പർ ആധാർ കാർഡ് നമ്പറും ഇവിടെ ഒന്ന് എൻ്റർ ചെയ്യുകയാണ്. കോപ്പി ചെയ്ത് ഇവിടത്തേക്ക് കൊടുക്കാം. അടുത്തായിട്ട് നമ്മൾ വ്യൂ ലിങ്ക് ആധാർ സ്റ്റാറ്റസ് എന്നുള്ള ബട്ടൺ ക്ലിക്ക് ചെയ്യുക. അപ്പൊ നമ്മുടെ ആധാർ പാൻ കാർഡുമായിട്ട് ലിങ്ക് ആയിട്ടില്ലെങ്കിൽ നിങ്ങൾക്ക് ഇവിടെ ഇതുപോലെ കാണാനായിട്ട് സാധിക്കും. നോട്ട് ഫൗണ്ട് എന്നുള്ള ഒരു പേരിലായിരിക്കും കാണാനായിട്ട് സാധിക്കാം. അപ്പൊ നമ്മൾ ഹോം പേജിലേക്ക് വീണ്ടും വരിക. ഹോം പേജിലേക്ക് വന്നിട്ട് നമ്മൾ ലിങ്ക് ചെയ്യേണ്ട ഇതിലേക്ക് കിടക്കണം. അതിനായിട്ട് നമുക്ക് പാൻ കാർഡിന്റെ അഡ്രസ്സും ആധാർ കാർഡിന്റെ അഡ്രസ്സും അതുപോലെ ആധാർ കാർഡിലെ പേരും നമുക്ക് ഇവിടെ നിന്ന് എൻ്റർ ചെയ്ത് കൊടുക്കാം. ശേഷം ഏറ്റവും താഴെ ഒരു ചെറിയൊരു ഓപ്ഷൻ കാണാം. ഐ ഹാവ് ഓൺലി ഇയർ ഓഫ് ബർത്ത് ഇൻ ആധാർ കാർഡ്. അതായത് ചില ആളുകളുടെ ആധാർ കാർഡിൽ നമുക്ക് ഡേറ്റ് ഓഫ് ബർത്ത് കാണാൻ സാധിക്കും. ഡേറ്റ്, മാസം, ബർത്ത് ഇയറും കാണാൻ സാധിക്കും. ചില ആളുകളുടെ ജസ്റ്റ് ഇയർ മാത്രമേ കാണാൻ സാധിക്കുള്ളൂ. ഏത് ഇയർ ആണെന്നുള്ളത് മാത്രമേ കാണാൻ സാധിക്കുള്ളൂ. നിങ്ങളുടെ ആധാർ കാർഡിൽ നിങ്ങൾ അങ്ങനെയാണ് കാണുന്നതെങ്കിൽ ഈ ഭാഗം ഒന്ന് എൻ്റർ ചെയ്ത് ടിക്ക് മാർക്ക് ഇട്ട് കൊടുക്കുക. ശേഷം ഏറ്റവും താഴെയുള്ള ഐ അഗ്രി എന്നുള്ള ബട്ടൺ ക്ലിക്ക് ചെയ്യുക. ശേഷം ഇവിടെ ഒരു ഇമേജ് കപ്പാസിറ്റി നിങ്ങൾക്ക് കാണാം. അതൊന്ന് നമുക്ക് കൊടുക്കാം. അതായത് നമ്മൾ ഇവിടെ കാണുന്ന അതേ കോഡ്, അതായത് അത് ഇവിടെ കാണുന്ന ഇംഗ്ലീഷ് വാക്ക് താഴെയായിട്ട് ബോക്സിലായിട്ട് കൊടുക്കാം. ഇനി അല്ല എങ്കിൽ നിങ്ങൾക്ക് ഇവിടെ ഒരു OTP എന്നുള്ള രീതിയിൽ നിങ്ങൾക്ക് ഒരു OTP റിക്വസ്റ്റ് ചെയ്യാനും സാധിക്കും. ഇവിടെ ലിങ്ക് ആധാർ എന്നുള്ള ബട്ടൺ ക്ലിക്ക് ചെയ്യുക. ഇപ്പൊ നിങ്ങൾക്ക് ഇവിടെ കാണാനായിട്ട് സാധിക്കുന്നുണ്ട് യുവർ റിക്വസ്റ്റ് ഹാസ് ബീൻ ടെൻഡ് UID വാലിഡേഷൻ ആധാർ എന്ന് പറഞ്ഞിട്ട് കാണാനായിട്ട് സാധിക്കുന്നുണ്ട്. ലിങ്ക് ചെയ്യാനായിട്ട് ഒരു റിക്വസ്റ്റ് കൊടുത്തു കഴിഞ്ഞു. നമ്മുടെ ആധാറിന്റെ ഒഫീഷ്യൽ ആയിട്ടുള്ള അവർക്ക് റിക്വസ്റ്റ് കൊടുത്തു കഴിഞ്ഞു. നിങ്ങൾ കുറച്ച് കഴിയുമ്പോൾ നമ്മൾ റിക്വസ്റ്റ് കൊടുത്ത ശേഷം നമ്മൾ വീണ്ടും പുറകിലോട്ട് വന്നിട്ട് കുറച്ച് സമയം നിങ്ങളത് കാത്തിരിക്കണം. പെട്ടെന്ന് തന്നെ നോക്കിയാൽ ചിലപ്പോൾ കാണുന്നില്ല. കുറച്ച് സമയത്തിന് ശേഷം ഒരു 2-3 മിനിറ്റിന് ശേഷം വീണ്ടും നമ്മൾ ആദ്യം ചെക്ക് ചെയ്ത പോലെ സ്റ്റാറ്റസ് എന്ന ഭാഗത്ത് ക്ലിക്ക് ചെയ്ത് ക്ലിക്ക് ഹിയർ എന്നുള്ള ഭാഗത്ത് ക്ലിക്ക് ചെയ്തിട്ട് നമ്മൾ നേരത്തെ നോക്കിയത് പോലെ തന്നെ നമ്മൾ ആധാർ കാർഡും പാൻ കാർഡ് നമ്പറും ഇവിടെ ടൈപ്പ് ചെയ്ത് കൊടുത്ത ശേഷം വ്യൂ ലിങ്ക് ആധാർ സ്റ്റാറ്റസ് എന്നുള്ള ബട്ടൺ ക്ലിക്ക് ചെയ്യുക. അപ്പൊ നിങ്ങൾക്ക് ഇവിടെ കാണാനായിട്ട് സാധിക്കും. ഇവിടെ ശരി മാർക്ക് വന്നിട്ടുണ്ട്. ഇപ്പൊ നിങ്ങളുടെ നമ്പർ ഇവിടെ ലിങ്ക് ആയി എന്ന് പറഞ്ഞിട്ട് കാണാനായിട്ട് സാധിക്കുന്നുണ്ട്. അപ്പൊ നമുക്ക് ഇങ്ങനെ ചെയ്തിട്ടില്ലെങ്കിൽ വരുന്ന 31 തീയതി അതായത് മാർച്ച് മാസം 31 നിങ്ങളുടെ പാൻ കാർഡ് ഇനാക്റ്റീവ് ആകും. അപ്പൊ അതുകൊണ്ട് തീർച്ചയായിട്ടും പാൻ കാർഡ് ഉള്ള ആളുകൾ ഈ ഒരു കാര്യം മെത്തേഡ് നിങ്ങൾ ചെയ്തു എന്ന് ഉറപ്പുവരുത്തുക. ചെയ്തിട്ടില്ലാത്ത ആളുകൾ ഇപ്പോൾ തന്നെ ചെയ്ത് വെക്കുകയും ചെയ്യും.